കഴിഞ്ഞടാ കഴിഞ്ഞ കോച്ച് പിടിച്ചെന്ന് തോന്നുന്നു. ഒന്ന് കൊച്ചു പിടിച്ചത് എടാ ഒന്ന് ഒഴിഞ്ഞു കൊടുക്ക. അവൻ പിടിച്ചു പോയതാ അവന് ഇളക്കി. അല്ലെങ്കിൽ വല്ല ഇരുമ്പ് എന്തെങ്കിലും കയ്യിൽ കൊടുത്തോ? എടാ അവന് ശ്വാസം ഉണ്ടോ നോക്കിയേ. ശരി പേടിച്ചല്ലേ? പാറു, ഞാൻ ഈ ഒരു സമയത്ത് അതൊന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്യാറു, ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും രാജാ സാറിൻ്റെ പാട്ട് കേൾക്കുന്ന, എൻ്റെ മോളൊക്കെ തീവ്ര ഫാനാണ്. അപ്പോൾ ഈ രാത്രി ഇപ്പോൾ ടി വി ഇട്ട് പാട്ട് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കൊച്ച് റേഡിയോ മേടിച്ചു കൊടുത്തു. രാത്രി 11 മണി തൊട്ട് രാജാ സാറിൻ്റെ പാട്ടാണ്. നമ്മൾ കിടക്കുമ്പോൾ എന്തൊക്കെയാണ് ലേറ്റാവും. അപ്പോൾ അത് മോള് ചെറുതാന്ന്. അപ്പോൾ ആ റേഡിയോ വെച്ച് കേട്ട് അങ്ങനെ നമ്മളങ്ങ് ആ രാജാ സാറിൻ്റെ പാട്ടിൻ്റെ കൂടെ അങ്ങ് ഉറങ്ങും. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ നെഞ്ചത്തിരിക്കുക റേഡിയോ, എൻ്റെ തൊട്ടപ്പുറത്ത് മോള്, എൻ്റെ അടുത്ത് വൈഫ്. അപ്പം ഞാനിത് വെച്ചേക്കുമ്പോൾ എൻ്റെ വൈഫ് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള നല്ല പാട്ടുകൾ കേട്ടാൽ എങ്ങനെ ഉറങ്ങാനാ മക്കളെ, അച്ഛൻ്റെ ഇന്ന് റേഡിയോ അങ്ങ് മേടിക്കും, ഓഫ് ചെയ്തിട്ട് കിടക്കാമെന്ന്. അപ്പോൾ ഇത് പറഞ്ഞ് എനിക്ക് ബോധമുണ്ടല്ലോ, ഞാൻ ഈ റേഡിയോ ബലമായിട്ട് പിടിച്ചേക്കുക. അപ്പോൾ കൊച്ചി കിടന്ന് വലിച്ചിട്ട് ഉടങ്ങ് ക്ഷീണിച്ച്, അച്ഛാ റേഡിയോ താ അച്ഛാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു അമ്മേ അച്ഛന് ഇത്ര വലിച്ചിട്ടും കിട്ടുന്നില്ല അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ചരത്തേട്ടാ ചുമ്മാ തമാശ കളിക്കാതെ കൊടു. പിന്നെ അവളെ വലിക്കുന്നു. ഇപ്പം ചരത്തേട്ടാ ആ ലെവലായി. അപ്പോൾ പറയുന്നു, മക്കളെ ഒന്ന് വിളിക്കടി, വിളിക്ക് എന്ന് പറഞ്ഞു. വൈഫ് ടെൻഷനായി. അപ്പം മോള് കുറേ അച്ഛാ അതൊക്കെ പറഞ്ഞ് ഭയങ്കര പിടിച്ചിട്ട്, അതിപ്പോൾ എനിക്ക് ചിരിയും വരുന്നത്. എന്നിട്ട് അവൾ തിരിഞ്ഞിട്ടൊരു ഡയലോഗ്, അമ്മേ അച്ഛൻ ചത്തെന്നാ തോന്നുന്നു. വേറെ ടേപ്പ് റെക്കോർഡർ വാങ്ങാം. അല്ല സത്യം. അന്നേരം എനിക്കൊരു പേടി, ഇനി ഞാൻ ചത്തോന്നു. ഞാൻ ഞെട്ടി ഓണെന്ന് ചത്തിട്ട് പോവും. അതിന് വഴക്കുണ്ടായി രാത്രി. ഭാര്യ എന്നെ ഓടിച്ച് അടുത്ത റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞു. ടെൻഷനായി. അമ്മേ അച്ഛൻ ചത്തെന്നാ തോന്നുന്നു. ആ ഡയലോഗാണ് കറക്റ്റ്. പക്ഷെ സാറിന്റെ മോളില്ലേ വില്ലെത്തിയ ആള് ആണല്ലേ? പിന്നെ ശരിക്കും പറഞ്ഞാല് മോള് ഇപ്പം സാറ് പറഞ്ഞില്ലേ ചത്തു എന്നുള്ള സംഭവം പറഞ്ഞില്ലേ, പക്ഷെ അവൾക്ക് വിഷമ ടേപ്പ് റെക്കോർഡർ കിട്ടാത്തതായിരിക്കും. അതാണ് അവള്. ഈ രാത്രി എവിടെ പോയി മേടിക്കാൻ? എടാ നീ എന്തിനാ അങ്ങനെ കാണിച്ചേ? ഒരു രസം.